യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് വ്യാഴാഴ്ച ദിവസം സന്തോഷത്തോടെയൊക്കെയാണോ മനസ്സും ജീവിതമൊക്കെ കടന്നു പോകുന്നത്? കുറച്ചൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ പറ്റുന്നുണ്ടോ? ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനൊക്കെ കഴിയുന്നുണ്ടോ? ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണോ? അതോ പ്രാർത്ഥനയോടെയാണോ ഇരിക്കുന്നത്? കുഞ്ഞുങ്ങളെ കൂടെ, പ്രിയപ്പെട്ടവരെ കൂടെ കൂട്ടി ഒരുമിച്ചിരുന്നാണോ നിങ്ങൾ കേൾക്കുന്നത്? കുടുംബമായി നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു എന്നൊക്കെ കരുതുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും വചനം പറയുമ്പോൾ ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അനുഗ്രഹയിലെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ ഓർക്കാറുണ്ട്. വചനം കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. വചനം കേൾക്കുന്ന നിങ്ങളിലൂടെ നിങ്ങളുടെ വീട്ടിലുള്ളവരും അനുഗ്രഹിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങളിലൂടെയാണ് നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടുന്നത്. നിങ്ങളിലൂടെയാണ് ദൈവീകമായ അനുഗ്രഹങ്ങൾ ആ വീട്ടിലേക്ക് വരുന്നത്. ഒരുപക്ഷെ അത്രയും കാര്യമായി ചിന്തിച്ചിട്ടുണ്ടാവില്ല. ആരുടെയൊക്കെയോ ജീവിതങ്ങൾക്ക് ശക്തിയും ബലവും കിട്ടുന്നത് നിങ്ങളിലൂടെയാണ്. പ്രാർത്ഥിക്കുന്ന, വചനം കേൾക്കുന്ന, ഇത് അയച്ചു കൊടുക്കുന്ന നിങ്ങളൊരനുഗ്രഹമാണ്. ഇതൊരനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ വചനം അത് ദൈവം തന്നെയാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. നമ്മളൊരാൾക്ക് വചനം കൊടുക്കുമ്പോൾ അയ്യോ അവരെന്നാ വിചാരിക്കും, അവർ ഞങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമോ? നമ്മൾ ദൈവത്തെയാണ് കൊടുക്കുന്നത്. ദൈവീകമായൊരു കാര്യമാണ്. എല്ലാവരും ചിരിച്ച മുഖത്തോടെ സ്വീകരിക്കണമെന്നൊന്നുമില്ല. പക്ഷേ നമുക്ക് ദൈവസന്നിധിയിൽ അതിനൊരു മഹത്വമുണ്ട്. നമുക്ക് ദൈവസന്നിധിയിൽ ഒരു വിലയുണ്ട്. നമ്മളൊരാൾക്ക് കൊടുത്തത് ഇരുട്ടല്ല, വെളിച്ചമാണ്. നമ്മളൊരാൾക്ക് കൊടുത്തത് നിരാശയല്ല, പ്രതീക്ഷയാണ്. നമ്മളൊരാൾക്ക് കൊടുത്തത് ദുഃഖമല്ല, സന്തോഷമാണ് കൊടുത്തത്. അതിൻ്റെ പ്രതിഫലം ദൈവമാണ് നമുക്ക് തരുന്നത്. മനുഷ്യർ തരണമെന്നില്ല. അതിൻ്റെ പ്രതിഫലം ദൈവമാണ് നമുക്ക് തരുന്നത്. ഈ വചനത്തെ, ഇന്ന് കേൾക്കാൻ പോകുന്ന വചനത്തെ ഓർത്ത് നന്ദി. ആ വചനം കേൾക്കാൻ ഒരുമിച്ച് കൂട്ടിയ ഞങ്ങളെ ഓർത്ത്, ഓരോ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തോട് ഞാൻ നന്ദി പറയുവാണ്. എല്ലാ ദിവസവും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് വേണ്ടി ഈ വചനത്തെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുവാണ്. നമുക്ക് ഈ വചനം കേൾക്കാം. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഒന്നിലധികമല്ല 100-ലധികം പ്രാവശ്യം കേട്ടിട്ടുള്ള വചനമാണ്. പക്ഷേ അതിനകത്തൊരു മർമ്മമുണ്ട്, അതിനകത്തൊരു ദൂതുണ്ട്, അതിനകത്തൊരു വലിയ സന്ദേശമുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 47-ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. ബർത്തേമിയൂസ് എന്ന അന്ധയാചകനെക്കുറിച്ചാണ്. 47-ാമത്തെ വാക്യം: നസ്രായനായ യേശുവാണ് പോകുന്നത് എന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. നിശബ്ദനായിരിക്കാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. 49-ാമത്തെ വാക്യം: യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവിടെ യേശു പ്രാർത്ഥനയുടെ മുമ്പിൽ പെട്ടെന്ന് നിന്നു. പെട്ടെന്ന് നിൽക്കുക, സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിൽക്കുന്നതിനാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. പെട്ടെന്ന് നിന്നു. പെട്ടെന്ന് നിൽക്കണമെങ്കിൽ നിൽക്കാൻ അവിടെ തക്കതായൊരു കാരണം അവിടെ ഇരിക്കുന്ന ഒരാളുടെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ മുമ്പിൽ യേശു നിൽക്കും. പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിലാണ് ദൈവം നിൽക്കുന്നത്. പ്രാർത്ഥിക്കുന്നവരെ ആ ദൈവം അനുഗ്രഹിക്കുന്നത്. ഇനി ഓർത്തെ, യേശുവിൻ്റെ കൂടെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ആരെയും അടുത്തോട്ട് വരാമെന്ന് പറഞ്ഞ് വിളിച്ചോ? ഇല്ല. പ്രാർത്ഥിക്കുന്നവനെയാ അടുത്ത് വിളിച്ച് അനുഗ്രഹിച്ചത്. പ്രാർത്ഥിച്ചവനെയാ അടുത്ത് വിളിച്ച് അനുഗ്രഹിച്ചത്. ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചില വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കില്ലേ? നിങ്ങളെ അടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്.
നിങ്ങൾ പ്രാർത്ഥിക്കും, ദൈവമേ ചോർന്നൊലിക്കുന്ന വീടാണല്ലോ, വീട്ടിലൊരു സമാധാനമില്ലല്ലോ, കടബാധ്യതയാണല്ലോ, പിള്ളേരിങ്ങനെയാണല്ലോ, എന്തുവാ ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കുന്നില്ലേ നിങ്ങൾ? ഒരു ജോലി ആയില്ലല്ലോ, കല്യാണം നടന്നില്ലല്ലോ, അവർക്ക് മക്കളായില്ലല്ലോ, ആ വീട് പണി പൂർത്തിയാകുന്നില്ലല്ലോ, സ്ഥലമൊന്നും വിൽക്കാൻ പറ്റുന്നില്ലല്ലോ, ഈ കുഴിയിൽ നിന്ന് കയറാൻ പറ്റുന്നില്ലല്ലോ. പ്രാർത്ഥിക്കുന്നില്ലേ നിങ്ങൾ? നിങ്ങളെ അടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ദൈവം നിങ്ങളെ എങ്ങനെയേലും വെച്ച് ദൂരെ വെച്ച് കണ്ട് ഒരനുഗ്രഹം തരുമല്ല, അടുത്തേക്ക് വിളിച്ച്. ഈ വചനം കേൾക്കാൻ നിങ്ങൾ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ യാദൃശ്ചികമല്ല, ദൈവം വിളിച്ചിട്ട് വന്നവർ മാത്രമേ ഇതിനകത്തുള്ളൂ. ദൈവം ചേർത്ത് വച്ചവർ മാത്രമേ ഈ വചനം കേൾക്കുന്നുള്ളൂ. അല്ലാത്തവർ ഈ വചനം അയച്ചു കൊടുത്താൽ അവർ അത് തട്ടിക്കളയുകയുള്ളൂ, സ്കിപ്പ് ചെയ്ത് പോവുകയുള്ളൂ, അവർ കേൾക്കാൻ നിൽക്കത്തില്ല. ചോദിക്കും, നമ്മൾ കേട്ടോ എന്ന് ചോദിച്ചാൽ കേട്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ വിടുകയുള്ളൂ. ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ വചനം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ദൈവം നിങ്ങളെ അടുത്ത് വിളിച്ചത് കൊണ്ടാണ് ഇത് കേൾക്കുകയും ഇതിന് വില കൊടുക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തത്. എന്നെ അടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. പറ, എന്നെ അടുത്ത് വിളിച്ച് എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട്. ആരെയാണ് അടുത്തേക്ക് വിളിച്ചത്? ആരെയേലും അല്ല, പ്രാർത്ഥനയുള്ളവനെയാ അടുത്തേക്ക് വിളിച്ചത്. എവിടെ കിടന്നവനാണ്? ഈ വചനം വായിച്ചാൽ അറിയാം, വഴിയറമ്പി കിടന്നവനാ, വഴിയരികിൽ ഭിക്ഷയെടുത്തുകൊണ്ടിരുന്നവനാണ്. കാഴ്ചയിൽ നല്ലൊരു ശരീരമോ, നല്ലൊരു മുഖമോ, നല്ലൊരു മുടിയോ, നല്ലൊരു വസ്ത്രമോ ഒന്നുമില്ല, പുറകിൽ കിടന്നവനാ. പ്രാർത്ഥനയുള്ള വ്യക്തി പുറകിലാ കിടക്കുന്നതിലും ഒരു നിമിഷം കൊണ്ട് ദൈവം അവനെ മുൻപിലെത്തിച്ചു. പലരും ശ്രദ്ധിക്കുന്ന വിധത്തിൽ മുമ്പിലെത്തി. പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് പറയാം, പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യമാ? പ്രാർത്ഥിച്ചിട്ട് എന്തുവാ ശരിയായത്? പ്രാർത്ഥിച്ചിട്ടിപ്പോൾ എന്തേലും നടന്നിട്ടുണ്ടോ? നിങ്ങൾ ഈ പ്രാർത്ഥനയായിട്ട് നടന്നിട്ട് എന്ത് ഗുണം ഈ വീടിനുണ്ടായി എന്നൊക്കെ ചോദിക്കുന്നവരും പരാതിയും പരിഭവവുമൊക്കെ പറയുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവനെ കാണുന്നൊരു ദൈവമുണ്ട്, പ്രാർത്ഥിക്കുന്നവനെ ശ്രദ്ധിക്കുന്ന ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ ഇന്ന് ചെളിക്കുഴിയിലാണ് കിടക്കുന്നതിലും, ഇന്ന് വഴിയറമ്പിൽ ഭിക്ഷക്കാരൻ്റെ അവസ്ഥയാണേലും, ഒരു സമയത്ത് ഒരു നിമിഷം കൊണ്ട് അനേകരുടെ മുമ്പിൽ അനേകർ അത്ഭുതപ്പെടുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്ന വിധത്തിൽ മുമ്പിലെത്തിക്കാൻ കഴിവുള്ളവനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒരു നിമിഷം കൊണ്ട് മുമ്പിലെത്തി. ഇനി അടുത്തത് 51-ാമത്തെ വാക്യം. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ആഗ്രഹം, ഡിസയർ, ആഗ്രഹം ഒരു പ്രധാനപ്പെട്ടതാ. ഒത്തിരി പേര് പറയില്ലേ, എൻ്റെ ആഗ്രഹം ഒന്നും നടന്നില്ല, ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒന്നുമല്ല സംഭവിച്ചത്. എൻ്റെ ഒരു ആഗ്രഹം നടന്നു കിട്ടി കേട്ടോ. മനുഷ്യൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവൻ്റെ ആഗ്രഹം. ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്കും നല്ല ചില ആഗ്രഹമുണ്ട്. ഈ മനുഷ്യനോട് ചോദിക്കുക, എന്തിനാണ് അവിടെ കിടന്ന് കാറിക്കൂകുന്നത്? എന്തിനാണ് ഇവിടെ ബഹളം വയ്ക്കുന്നത്? ഈ നാട്ടുകാരൊക്കെ പറഞ്ഞില്ലേ മിണ്ടാതിരിക്കാൻ, നിനക്കത് അനുസരിച്ചുകൂടെ എന്നല്ല ചോദിച്ചത്. നിൻ്റെ മനസ്സിനകത്തൊരാഗ്രഹമുണ്ടല്ലോ, എന്താ അതെന്നാണ് ചോദിച്ചത്. പ്രാർത്ഥിക്കുന്നവൻ്റെ ആഗ്രഹത്തെ ദൈവം മാനിക്കും. പ്രാർത്ഥിക്കുന്നവൻ്റെ ഉള്ളിൽ ചില ആഗ്രഹമുണ്ട്. അവൻ പ്രാർത്ഥിക്കും, അവൻ്റെ ഉള്ളിൽ ആഗ്രഹമാണ്. വീട് അനുഗ്രഹിക്കപ്പെട്ടിരുന്നെങ്കിൽ, പിള്ളേരുടെ കല്യാണം നടന്നായിരുന്നെങ്കിൽ, അവരൊന്ന് മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ, ആ വീട് പണി പൂർത്തിയായിരുന്നെങ്കിൽ, ഓരോ ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹത്തെ ദൈവം ഏറ്റെടുക്കും. ആഗ്രഹത്തെ ദൈവം ഏറ്റെടുത്ത് സാധിപ്പിച്ചു തരും. പ്രാർത്ഥിക്കുന്നവൻ്റെ ആഗ്രഹത്തെ ദൈവം ഏറ്റെടുത്തു. ആഗ്രഹം ചോദിച്ചു, നിങ്ങളെന്താ ആഗ്രഹിക്കുന്നത്? എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എൻ്റെ ജീവിത പങ്കാളി ഒന്ന് മാറിയിരുന്നെങ്കിൽ, എനിക്ക് ജോലിയിൽ ഒരു പ്രൊമോഷൻ ഉണ്ടായിരുന്നെങ്കിൽ, ആ കടമൊന്ന് മാറിയിരുന്നെങ്കിൽ, ഈ രോഗസൗഖ്യമായിരുന്നെങ്കിൽ, പിള്ളേരൊക്കെ ഒന്ന് നന്നായി കയറി വന്നായിരുന്നെങ്കിൽ, 100 കാര്യങ്ങൾ ഇല്ലയോ ആഗ്രഹമായിട്ടില്ലേ? ആഗ്രഹത്തെ, പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ആഗ്രഹത്തെ സ്വർഗം ഏറ്റെടുക്കുന്ന ദിവസമാണിന്ന്. ദൈവം ഏറ്റെടുക്കുന്ന ദിവസമാണ്. എന്നിട്ട് ചോദിച്ചു, എന്താണ് നിൻ്റെ ആഗ്രഹം? അവൻ പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച കിട്ടണമെന്നല്ല, വീണ്ടും കിട്ടണമെന്നാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നു, എന്തോ കാരണത്താൽ കാഴ്ച നഷ്ടപ്പെട്ടതാണ്.
അതുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ചത്. എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. നഷ്ടപ്പെട്ടു പോയി അല്ലേ? ആ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ഒരിക്കൽ കാഴ്ച ഉണ്ടായിട്ട് ആ കാഴ്ച നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വില അറിയുന്നത്. ഒന്നുണ്ടായിട്ട് അതില്ലാതാകുമ്പോഴാണ് അതിൻ്റെ സീരിയസ്നെസ് നമുക്ക് പിടികിട്ടുന്നത്. ഈ മനുഷ്യന് ഒരു കാലത്ത് കാഴ്ച ഉണ്ടായിരുന്നു. എന്തോ കാരണത്താൽ രോഗം ബാധിച്ചോ വേണ്ടത്ര ചികിത്സ കിട്ടാതെയോ കാഴ്ച നഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഗുരു എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, പോയിക്കൊള്ളുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടി. ആർക്കാ തിരിച്ചു കിട്ടിയത്? മനസ്സ് നുറുങ്ങി ദൈവത്തെ വിളിച്ച ഒരാൾക്കാ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടിയത്. ആഗ്രഹം സാധിച്ചു കിട്ടിയത്. കൈയും കെട്ടിയിരുന്ന് പതുപ്പ് മൂടിയിരുന്ന് എല്ലാത്തിനെയും വിമർശിച്ചു, കുറേ കുറ്റവും പറഞ്ഞു, കുറേ അതും ഇതും പറഞ്ഞു. ആഗ്രഹം സാധിച്ചു കിട്ടണമെന്നില്ല, ദൈവം അനുഗ്രഹിക്കണമെന്നില്ല. വില കൊടുക്കുമ്പോഴേ വിലയുള്ളത് കയ്യിൽ കിട്ടുകയുള്ളൂ. ചിലപ്പോൾ അതിനുവേണ്ടി സമയം മാറ്റി വെക്കേണ്ടി വരും. ചിലപ്പോൾ പലരുടെയും പരിഹാസവും കളിയാക്കലും കുറ്റപ്പെടുത്തലൊക്കെ കേൾക്കേണ്ടി വരും. നിന്നെ അനുഭവിക്കേണ്ടതായിട്ട് സാഹചര്യങ്ങൾ വരാം. പക്ഷേ ദൈവം നമ്മളെ തള്ളിക്കളയത്തില്ല കേട്ടോ. ദൈവം നമ്മളെ തള്ളിക്കളയത്തില്ല. അവന് നഷ്ടപ്പെട്ട കാഴ്ച വീണ്ടും കിട്ടിയെന്ന് പ്രാർത്ഥിക്കുന്ന നിനക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ചിലർ പറയും, എൻ്റെ നല്ല ജീവിതം പോയി, എൻ്റെ ഭാവി പോയി, നല്ല ബന്ധം പോയി, കുടുംബം പോയി, സാമ്പത്തികം പോയി. നഷ്ടപ്പെട്ടത് പ്രാർത്ഥിക്കുന്ന ഒരാളാണോ നിങ്ങൾ? പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്ന ഒരാളാണോ? നഷ്ടപ്പെട്ടത് നാട്ടുകാർ തിരിച്ചു തരുമെന്നല്ല, നഷ്ടപ്പെട്ടത് സർവശക്തനായ ദൈവം നിനക്ക് നന്മയായി, അനുഗ്രഹമായി, ഭാഗ്യമായി തിരിച്ചു തരും. എഴുതി വെച്ചേ ആ മനസ്സിൽ, ആ ഡയറിയിൽ എഴുതി വയ്ക്കുന്ന പോലെ ആ മനസ്സിൽ എഴുതി വയ്ക്ക്. ഡയറിയിൽ എഴുതി വയ്ക്കുന്നത് പോലെ ആ മനസ്സിൽ എഴുതി വെച്ച്, നഷ്ടപ്പെട്ടത് ദൈവം എനിക്ക് തിരിച്ചു തരും. നഷ്ടപ്പെട്ടത് തിരിച്ചു വരും. നിനക്കുള്ളതൊന്നും നഷ്ടപ്പെടുകയില്ല. അത് ദൈവത്തിൻ്റെ കയ്യിൽ സുരക്ഷിതമായിട്ടുണ്ട്. നിനക്ക് നന്മ വരും, നിനക്ക് ഐശ്വര്യം വരും. പ്രാർത്ഥിക്കുന്ന നിന്നെ യേശുവിന് ഇഷ്ടമാണ്. പ്രാർത്ഥിക്കുന്ന നിന്നെ യേശുവിന് വേണം. പ്രാർത്ഥിക്കുന്ന നിന്നെ ഒരനുഗ്രഹമാക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. മനസ്സ് വിഷമിച്ചിരിക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, കളിയാക്കി, ചിരിച്ചു, പുച്ഛിച്ചു, നോക്കി, അതൊന്നും ഓർത്ത് ഡൗൺ ആകരുത്. ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. നീ ദൈവത്തിൻ്റെ ഉള്ളം കയ്യിലായിരിക്കുന്നേ. മലമുകളിൽ ഉറച്ചിരിക്കുന്ന പാറ പോലെ അനേകരുടെ മുമ്പിൽ ദൈവം നിന്നെ ഉറപ്പിച്ചു നിർത്തിക്കോളും. മലയുടെ മുകളിലൊക്കെ പാറ ഉറച്ചിരിക്കും, നമുക്ക് കണ്ടാൽ തോന്നുന്നത് ഉരുണ്ടിങ്ങ് പോരുമെന്ന്. അതേപോലെ മലമുകളിൽ ഉറച്ചിരിക്കുന്ന പാറ പോലെ അനുഗ്രഹമുള്ളൊരു സ്ഥലത്ത് പ്രാർത്ഥിക്കുന്ന നിന്നെ, വചനം കേൾക്കുന്ന നിന്നെ, ആരാധിക്കുന്ന നിന്നെ ദൈവം ഉറപ്പിച്ചു നിർത്തും. പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവമേ അനുഗ്രഹിക്കണമേ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ദൈവമേ കൊടുക്കണമേ. അന്ധകാര സ്വാധീനങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണേ. മന്ത്രവാദത്തിൻ്റെ കൂടോത്ര ക്ഷുദ്രപ്രയോഗം ഞങ്ങളുടെ വീടിനെതിരെയോ, ഞങ്ങളുടെ വരുമാനത്തിനെതിരെയോ, ഞങ്ങളുടെ ആരോഗ്യത്തിനെതിരെയോ, ശുശ്രൂഷയ്ക്കെതിരെയോ, കൂട്ടായ്മയ്ക്കെതിരെയോ ഏതെങ്കിലും വ്യക്തികൾ ദുഷ്ടവിചാരത്തോടെ ചെയ്യുന്നുണ്ടെങ്കിൽ, അസൂയോടെ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനെ ഒരു തീക്കട്ടയുടെ മേൽ വെള്ളമൊഴിച്ചാൽ അത് ഒന്നുമല്ലാതെ കരിക്കട്ടയാകുന്നത് പോലെ അതിനെ അങ്ങ് തൊട്ടൊന്നും അല്ലാതാക്കി മാറ്റണമേ. ഞങ്ങളെ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും തരണമേ. ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ അങ്ങ് തന്നെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ഉയർത്തണമേ, ഞങ്ങളെ വളർത്തണമേ, ഞങ്ങളെ സന്തോഷത്തിലും സമാധാനത്തിൻ്റെ തികവിലും നടത്തണമേ. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും, ജീവനെ മരണത്തിൽ നിന്നും ഞങ്ങളെ സൂക്ഷിക്കണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ മനസ്സുകൊണ്ട് പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. ഇന്ന് നാളെയുടെ പ്രാർത്ഥനയുള്ള ദിവസമാണ്. ഇന്ന് ബുക്ക് ചെയ്തവർ വന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. വെള്ളിയാഴ്ച ആർക്കു വേണേലും ഒന്ന് പ്രാർത്ഥിക്കാം. ഇവിടെയുള്ള കൽക്കുരിശിൽ എണ്ണയൊഴിച്ചുള്ള പ്രാർത്ഥനയും, നിയോഗ പ്രാർത്ഥനയും, തിരികത്തിച്ചുള്ള പ്രാർത്ഥനയും, മുട്ടിലെഴഞ്ഞുള്ള പ്രാർത്ഥനയും, നിയോഗ പ്രാർത്ഥന കൗണ്ടറിൽ പേരെഴുതി കൊടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട്. നൊവേനകൾ ഒരു അനുഗ്രഹമാകുന്നുണ്ട്. പ്രാർത്ഥനയോടെ വരിക. ആഗ്രഹിക്കുന്നവർക്ക് വന്ന് പ്രാർത്ഥിക്കുക. ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ 1 വയസ്സ് മുതൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക,
പരീക്ഷയ്ക്ക് 10 മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമല്ല. നമ്മുടെ ഗവൺമെൻറ് പോലും മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും എതിരെ പോരാടുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല സ്വഭാവത്തോടെ ഒരു തെറ്റായ കൂട്ടുകെട്ടിലേക്കോ മദ്യത്തിലേക്കോ മയക്കുമരുന്നിലേക്കോ ലഹരിക്കൊന്നും പോകാതെ ഒരു അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം ഉണ്ടാകാൻ 15 ദിവസം പ്രാർത്ഥിക്കുവാണ്. ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടി, നിങ്ങളുടെ വീട്ടിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോയോ നിങ്ങളുടെ മക്കളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ എടുക്കാനൊന്നും പോണ്ട. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇവിടെ കൊണ്ടുവരാൻ കഴിയുന്നവർ, ഇവിടെയൊക്കെ ഉള്ളവർ കൊണ്ടുവരിക. ഇല്ലെങ്കിൽ നിങ്ങളത് അവരുടെ പ്രാർത്ഥനാ നിയോഗം ആ ഫോട്ടോയോട് ചേർന്നൊന്ന് പിൻ ചെയ്ത് അത് അയച്ചു തരിക. എല്ലാ ദിവസവും വചനം പറയുന്ന ഈ മധുബഹയിൽ അൾത്താരയിൽ ആ പ്രാർത്ഥനകളും അവരുടെ ഫോട്ടോയൊക്കെ വെച്ച് പ്രാർത്ഥിക്കും. അതൊരു അനുഗ്രഹമാണെന്ന് വിശ്വസിക്കും. നിങ്ങൾക്കിത് നന്മയാണെന്ന് തോന്നിയാൽ മാത്രം അനുസരിച്ചാൽ മതി. നിങ്ങൾക്കത് അനുഗ്രഹമാകുമെന്ന് മനസ്സിൽ ദൈവം തോന്നിപ്പിച്ചാൽ മാത്രം സ്വീകരിച്ചാൽ മതി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയെക്കുറിച്ച് അനേകരോട് പറയണം. സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ.